നമസ്കാരം. 2025 ന്യൂ ഇയർ ലോകത്തെ എല്ലായിടത്തും ന്യൂ ഇയർ ആഘോഷിക്കും പോലെ സിക്കിമിലും ന്യൂ ഇയറിന്റെ ആഘോഷം നടക്കുകയാണ്. അവിടെ സ്കൂൾ അവധിക്കാലമാണ്. ആ അവധിക്കാലത്ത് ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കഥാനായിക യാങ്ചൻ രാത്രിയിൽ അങ്ങനെ നടക്കുകയാണ്. അവള് ശരിക്കും വിഷാദവതിയാണ്. അവളങ്ങനെ ഇറങ്ങി നടക്കാൻ ഒരു കാരണമുണ്ട്. എല്ലാ കുട്ടികൾക്കും ആ പുതുവർഷത്തിൽ പുതുവസ്ത്രങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അവൾക്ക് ലഭിച്ചത് ശരിക്കും വഴക്കാണ്. അതിന്റെ കാരണം അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ അവൾ ചെന്ന് മധ്യസ്ഥം പിടിച്ചതാണ്. അവർ രണ്ടും കൂടി മാന്യമായി വഴക്കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് കയറിയ ആ മകളെ ആ അച്ഛനും അമ്മയും കൂടി തല്ലി ഓടിച്ചു എന്നതാണ് സത്യം. അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആ PWD ഉദ്യോഗസ്ഥനും അയാളുടെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയാണെന്ന് പറയുന്നത് തന്നെ അവൾക്കിപ്പോ ഒരു നാണക്കേടാണ്. സിക്കിമിലെ ഔദ്യോഗിക സംവിധാനത്തിൽ നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന കഥാപാത്രമാണ് അവളുടെ പിതാവ്. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള അടുപ്പം, അത് വീട്ടിൽ അമ്മയുമായി വിഷയമുണ്ടാക്കുന്നുണ്ട്. അവർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ന്യൂ ഇയറിൽ നമ്മുടെ കഥാനായിക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പൈൻകാടുകൾക്കിടയിലൂടെ നടന്നു തുടങ്ങിയത്. അവള് നടന്ന് ലാച്ചൻചു നദിയുടെ തീരത്തെത്തിയത് അറിഞ്ഞതേയില്ല. ആ നദിയുടെ തീരത്തെത്തിയപ്പോൾ അവൾ പോലും അറിയാതെ അവളങ്ങ് നിന്നുപോയി. അതിന്റെ കാരണം അവൾ കേട്ട ഒരു ശബ്ദമാണ്, ഒരു നിലവിളി. അതാണ് അവൾ കേട്ടത്. അവൾ നദിയുടെ ഇക്കരെയാണ് നിൽക്കുന്നത്. നദിയുടെ ഇക്കരെയുള്ള പാറപ്പുറത്തേക്ക് അവൾ വേഗം ഓടിക്കേറി. ശരിക്കും നല്ല നിലാവുള്ള ആ രാത്രിയിൽ അവൾ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ നദിയുടെ മറുകരയിൽ പൈൻ കാടുകൾക്കിടയിൽ ഒരാള് കത്തി താഴേക്ക് താഴ്ത്തുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. അതിവേഗം ആ കത്തി താഴേക്ക് പാഞ്ഞതും താഴ്ന്ന് അമർത്തിയുള്ള ഒരു കരച്ചിൽ അവൾ കേട്ടു. ശരിക്കും അവള് ആ രംഗം കണ്ട് ഭയന്ന് അറിയാതെ പാറയിൽ താഴേക്കിറങ്ങി. അവള് ചുറ്റും നോക്കി. അവിടെ നിന്ന് ആരുമില്ല. ഭയന്നുപോയ യാങ്ചൻ അതിവേഗം തിരിച്ചടക്കുകയാണ്. അവിടെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ നിലാവിൽ അവൾ കണ്ട ആ രംഗം അങ്ങനെ കത്തി നിൽക്കുകയാണ്. ആകാശത്ത് നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്ന ഒരു കൈ. ആ കൈയിൽ ഒരു കഠാരയുണ്ട്. ആ കൈ, അതാണ് അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ആ കൈയുടെ നിറം സിൽവറിന്റെ നിറമാണ്. അങ്ങനെ ഒരു കൈ അവൾ ഇതിനു മുമ്പേ കണ്ടിട്ടേ ഇല്ല. എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? ആരെങ്കിലും ആ മനുഷ്യൻ കൊന്നു കാണോ? 100,000 ചോദ്യങ്ങളുമായി അവള് അവളുടെ വീടിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവിടെ എത്തുമ്പോഴും അകത്ത് പൊരിഞ്ഞ അടി നടക്കുകയാണ്. അവൾ ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് കയറി വാതിലങ്ങ് അടച്ചു. ആ നിമിഷത്തിലും അവൾ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവൾ ആ രാത്രിയിൽ എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണെന്ന് ചോദിച്ചാൽ അവൾക്കറിയില്ല. നേരം ഒരുപാട് വെളുത്തതിന് ശേഷമാണ് അവള് ഉണരുന്നത്. നല്ല തണുപ്പ് കാലമായതുകൊണ്ട് സ്കൂളുകൾക്ക് അവധിയുമാണ്. അവൾ സെക്കൻഡ് ഇയർ +2 പഠിക്കുന്ന കുട്ടിയാണ്. അവളെ കണ്ട ആ കാഴ്ച അതിരാവിലെ അവളുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു. ശരിക്കും കഴിഞ്ഞ രാത്രിയിൽ അവൾ കണ്ടത് യഥാർത്ഥ സംഭവമാണോ അതോ സ്വപ്നമങ്ങാനും താൻ കണ്ടതാണോ? അവൾക്കിപ്പോ ഒരു കൺഫ്യൂഷൻ. അവളൊന്ന് ഫ്രഷായി പുറത്തു വരുമ്പോൾ അവളുടെ പിതാവ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അവളുടെ അമ്മ അവയ്ക്ക് വേണ്ടി ഡൈനിങ് ടേബിളിൽ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ശരിക്കും മുഖം വലിച്ചു കയറ്റിയിരിക്കുകയാണ്. തലേദിവസം രാത്രി അവളുടെ അമ്മയും അച്ഛനും തമ്മിലുണ്ടായ വഴക്കിന്റെ ബാക്കി പത്രമാണ് അമ്മയുടെ മുഖത്തുള്ളതെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ പിന്നെ അമ്മയോടൊന്നും ചോദിച്ചില്ല. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. ഏകദേശം ഒരു 9:30 മണിയായതും തോട്ടക്കാരൻ വന്നു. ആ തോട്ടക്കാരനാണ് ഇപ്പോ അവളുടെ ഏക ആശ്രയം. അയാൾ വന്നു കഴിഞ്ഞാൽ അവള് ആ തോട്ടക്കാരനൊപ്പവും കൂടും. അവരുടെ വീടിന് ചുറ്റുമായി അതിമനോഹരമായ ഒരു തോട്ടമുണ്ട്. ആ തോട്ടം നന്നായി പരിപാലിക്കുന്ന ടെൻസിംഗ് യഥാർത്ഥത്തിൽ ഗൂർഖ ഫാമിലിയുമായി കണക്ട് ചെയ്ത വ്യക്തിയാണ്. എന്നാൽ പണിയെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആ ഗൂർഖ ടെൻസിംഗ് അവിടെ ചെടികൾ വെട്ടി ഒതുക്കുന്നതും കീടങ്ങളെ എടുത്തു മാറ്റുന്നതൊക്കെ അവൾക്കൊപ്പം ചേർന്നിട്ടാണ്. അവൾ അയാളുടെ കൂടെ ഇങ്ങനെ നടക്കും. ആ സമയത്ത് പല കഥകളും ടെൻസിങ് അവളോട് പറയും. യാങ്ചങ്ങിന് ആ കഥകളൊക്കെ വലിയ ഇഷ്ടമാണ്. ശരിക്കും അവളോട് കഥകൾ പറയുന്ന ഏക വ്യക്തി ടെൻസിങ് ആണെന്ന് പറയാം. അവളുടെ വീട്ടിലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരുടെ ലോകത്താണ്. ഏകദേശം ഒരു 10-10:30 മണിയാകുമ്പോൾ അമ്മ ഒരു വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ അമ്മയെ കാണണമെങ്കിൽ സന്ധ്യ ആകണം. അമ്മ എവിടെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. അച്ഛൻ എത്തുമ്പോൾ ഏകദേശം രാത്രി 9 മണിയാവും. 9 മണി ആകണം വീട്ടിൽ അടി തുടങ്ങാൻ. അതാണ് അവിടെ അച്ഛൻ എത്തി എന്നതിന്റെ ലക്ഷണമായി അവൾ കാണുന്ന കാര്യം. ഒരു വല്ലാത്ത ലൈഫ്. ആ ലൈഫിൽ അവളെ സന്തോഷിപ്പിക്കുന്ന, അവൾക്ക് ഊഷ്മളമായ ഒരു ദിവസം നൽകുന്നത് ശരിക്കും ആ തോട്ടക്കാരൻ ടെൻസിങ്ങുമായിട്ടുള്ള ആ ഏതാനും മണിക്കൂറുകളാണ്. അദ്ദേഹം ആ സമയത്ത് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് അവിടുത്തെ ഗ്രാമമുഖ്യനെ കുറിച്ച് അവൾ അറിയുന്നത്. ഗ്രാമമുഖ്യന്റെ ഔദ്യോഗിക നാമധേയം പിപ്പോൾ എന്നാണ്. നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടുത്തെ ഗ്രാമമുഖ്യന്റെ ഔദ്യോഗിക പദവി എന്ന് പറയുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി തന്നെയാണ് ശരിക്കും ആ ഗ്രാമമുഖ്യൻ. അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. ആ ഗ്രാമത്തിലെ ഏത് സിവിൽ പ്രശ്നവും ക്രമസമാധാന പ്രശ്നവും കൈകാര്യം ചെയ്യുന്നത് ആദ്യം ആ ഗ്രാമമുഖ്യനായ പിപ്പോണായിരിക്കും. പിപ്പോണിന് വളരെ ഉയർന്ന ഒരു ഔദ്യോഗിക പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കാണുക.
പിപ്പോണിന്റെ അടുത്തെത്തുന്ന കേസുകൾ, പിപ്പോൺ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും ടെൻസിങ് ഈ പെൺകുട്ടിയോട് പറയുക. പലതരത്തിലുള്ള കേസുകൾ പിപ്പോണിന്റെ മുന്നിലെത്തും. ചിലപ്പോ ഒരു മോഷണ കേസായിരിക്കാം, ചിലപ്പോൾ അയൽ വീട്ടുകാർ തമ്മിലുള്ള വിഷയമാകും. പിപ്പോണിന്റെ മുന്നിൽ രണ്ട് ഭാഗവും അവരുടെ വാദമുഖങ്ങളൊക്കെ അവതരിപ്പിക്കണം. പിപ്പോൺ ആരുടെ ഒപ്പം നിന്നുവെന്ന് പറയാൻ പറ്റുമെന്ന് കഥ പറഞ്ഞതിന് ശേഷം ടെൻസിങ് ചോദിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവൾ ഉദ്ദേശിക്കാത്ത ആളുടെ അടുത്തായിരിക്കും പിപ്പോൺ നിന്നത്. പിപ്പോൺ ആ ആളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ടെൻസിങ് പറയുമ്പോഴാണ് ശരിക്കും അവൾക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുക. ആ നാട്ടിലെ സകല കാര്യങ്ങളും യാങ്സിൻ അറിയുന്നത് ടെൻസിങ്ങിന്റെ ഈ വിവരണത്തിലൂടെയാണ്. ടെൻസിങ്ങിന് മനോഹരമായ കഥകൾ പറയാനുള്ള ഒരു അസാമാന്യമായ ശേഷിയുണ്ട്. ശരിക്കും ടെൻസിങ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ ടെൻസിങ് പറയും. ടെൻസിങ് അങ്ങനെ കഥ പറഞ്ഞ് നടക്കുന്നതിനിടയിൽ അയാളുടെ വർക്കും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയായിരിക്കും. അങ്ങനെ ടെൻസിങ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആളുകൾ മുന്നോട്ട് ഓടിപ്പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പൈൻകാടുകൾക്കിടയിലേക്കാണ് ആളുകൾ ഓടിപ്പോകുന്നത്. ടെൻസിങ്ങുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവള് പെട്ടെന്ന് ആളുകൾ ഓടിപ്പോകുന്ന കണ്ടതും ടെൻസിങ്ങിനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഇപ്പോ വരാമേ. അങ്ങനെ പറഞ്ഞിട്ട് അവള് താഴോട്ടിറങ്ങി ഓടിപ്പോകുന്ന ആളുകൾക്കൊപ്പം നടക്കുമ്പോൾ അവൾക്കൊപ്പം നടക്കുന്ന ആളോട് തിരക്കി, എവിടെ പോവുക? ആ, മോൾ അറിഞ്ഞില്ലേ? ഇല്ല, അവിടെ നദിയുടെ അപ്പുറത്ത് ഒരു ഡെഡ് ബോഡിയോ? അതേന്ന്, ഒരു ഡെഡ് ബോഡി എന്ന് കേട്ടപ്പോ അവൾക്ക് ശരിക്കും ഒരു അമ്പരപ്പ്. അവൾ പെട്ടെന്ന് ആ ആളുകൾക്കൊപ്പം കൂടി. അവൾ ഇന്നലെ എത്തിയ ആ പാറയുടെ താഴെ മറുകരയ്ക്ക് കടക്കാനുള്ള ഒരു ചെറിയ പാലമുണ്ട്. ശരിക്കും ആ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മരം കുറുകെ മുറിച്ചിട്ടിട്ടാണ്. അതിന് അത്യാവശ്യം സപ്പോർട്ട് മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ആ മരത്തിന്റെ മുകളിലൂടെ നദിയുടെ അക്കരയ്ക്ക് നടന്നു പോകാൻ ഒരു ഭയവുമില്ല. പക്ഷേ നല്ല മഴക്കാലത്ത് അത് ഒരു വല്ലാത്ത സാഹസമാണ്. ആളുകളൊക്കെ ആ മരങ്ങൾക്ക് മുകളിലൂടെ മറുകരയ്ക്ക് വരുമ്പോൾ ആ പാറപ്പുറത്ത് കുറെ ആളുകൾ കയറി നിൽപ്പുണ്ട്. അവരെ ഒന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങി ആ മരത്തിന് മുകളിൽ കൂടെ കയറി മറുഭാഗത്തെത്തി. നടന്നെത്തിയത് ശരിക്കും അവൾ ഇന്നലെ ശബ്ദം കേട്ട് നോക്കിയ അതേ പോയിന്റിലോട്ടാണ്. അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ട്. കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഗ്രാമോഹ്യൻ പിപ്പോണും ഉണ്ട്. പിപ്പോൺ എന്നുള്ളത് ആ ഗ്രാമോഹ്യന്റെ ഔദ്യോഗിക നാമമാണ്. ശരിക്കും ഇപ്പോഴത്തെ പിപ്പോണിന്റെ പേര് ഡോർജി എന്നാണ്. പിപ്പോൺ അവിടെ ഒരു കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. യാങ് നോക്കിയപ്പോ അവിടെ കണ്ടത് ഏകദേശം 19-20 ആ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്. മീശ മുളച്ചിട്ടുണ്ടെന്നേ പറയാൻ പറ്റും. അവൻ അവിടെ നിശ്ചലനായി കിടക്കുകയാണ്. അവന്റെ വയറ് കുത്തി കീറിയിരിക്കുകയാണ്. അമ്പരപ്പിക്കുന്നതാണ് ആ കാഴ്ച. ആ കാഴ്ച കണ്ടപ്പോ അവളുടെ മനസ്സിലേക്ക് തലേദിവസം രാത്രി അവള് കണ്ട ആ രംഗം കടന്നു വന്നു. സിൽവർ നിറമുള്ള ഒരു കൈയാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ആ കയ്യിൽ ഒരു കഠാര ഉണ്ടായിരുന്നു. കുത്തിയാളെയും അവൾ കണ്ടിട്ടില്ല. അവള് കണ്ടത് ആ കൈ മാത്രമാണ്. പിപ്പോൺ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ആ ചെറുപ്പക്കാരനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ ടൗണിൽ കച്ചവടം നടത്തുന്ന ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരന്റെ മകനാണ്. അവനെ കുറിച്ച് ആളുകൾ പിപ്പോണിനോട് വിശദീകരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പിപ്പോൺ അവൻ ലേശം കുഴപ്പക്കാരനാണ്. പെൺകുട്ടികളോടുള്ള അവന്റെ പെരുമാറ്റം അത്ര നല്ലതല്ല എന്നൊരു ചൊല്ലുണ്ട്. എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ രക്ഷിതാക്കളോ സഹോദരന്മാരോ അവനെ തീർത്തതായിരിക്കുന്നതാണ്. ശരിക്കും ഒരു സാമൂഹ്യ വിരുദ്ധരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ആ സൂചിപ്പിക്കുന്നത്. പക്ഷെ മരിച്ചിരിക്കുന്നത് ടൗണിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരന്റെ മകനാണ്. അയാൾ അടങ്ങിയിരിക്കത്തില്ല. ആ കാര്യം പിപ്പോൺ അറിയാം. പിപ്പോൺ സാധാരണഗതിയിൽ ഈ സിവിൽ ആക്ടിവിറ്റീസുമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇടപെടുക. എന്നാൽ അത്യാവശ്യം ക്രമസമാധാന കാര്യങ്ങളൊക്കെ പിപ്പോൺ കൈകാര്യം ചെയ്യുകയും ചെയ്യും. പിപ്പോണ് തെറ്റായി വിധി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേൽത്തട്ട് എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആളുകൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. പിപ്പോണിന് അതറിയാം. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കൊലപാതകമാണ്. മൃഗങ്ങളൊന്നും കൈവച്ചതല്ല. മൃഗങ്ങളാണ് അയാളെ കൊന്നതെങ്കിൽ ബോഡി ആ ശൈലിയിൽ അവിടെ അങ്ങനെ വരത്തില്ല. ഇത് അവനെ അവിടെ തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഇട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവിടേക്ക് ആ ചെറുപ്പക്കാരൻ വരേണ്ട ഒരു കാര്യവുമില്ല. നടന്നിരിക്കുന്നത് ഒരു മൃഗീയമായ പ്ലാൻഡ് കൊലപാതകമാണ്. അത് നടത്തിയത് ആരാണെങ്കിലും ആ ആളെ കണ്ടുപിടിക്കണം. ആ ആളെ കണ്ടുപിടിക്കാൻ ഇപ്പൊ ആളുകൾ പറയുന്ന ഒരു കാര്യം ഉപയോഗപ്പെടും. കൊല്ലപ്പെട്ട വ്യക്തിയുടെ സ്വഭാവം അതാണ് കൊല ചെയ്ത ആളെ കണ്ടുപിടിക്കാൻ ഇടയാക്കുന്ന കാരണം. കൊല്ലപ്പെട്ട വ്യക്തിക്ക് പെൺപിള്ളരെ ശല്യം ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവൻ ശല്യം ചെയ്ത ആ പെൺകുട്ടികളെ മുഴുവൻ ലിസ്റ്റ് ചെയ്താൽ ആരാണ് കൊലപാതകം എന്ന് അറിയാൻ പറ്റും. ആ പെൺകുട്ടികളുമായി ബന്ധമുള്ള ആരെങ്കിലും ആകുമല്ലോ ഇയാളെ കൊന്നത്. പിപ്പോൺ തന്റെ നിഗമനം ആളുകളുമായി പങ്കുവച്ചിട്ട് അവരോട്, പ്രത്യേകിച്ചും അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അയാളുടെ സബോർഡിനേറ്റ്സിനോട്, ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ശല്യം ചെയ്ത പെൺകുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ആ നിമിഷം മുതൽ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയാണ്. യാങ് ഈ കാഴ്ചയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. യാങ്ങിന്റെ മനസ്സിൽ ആ ചിത്രമുണ്ട്. അത് ആ സിൽവർ നിറമുള്ള കൈയുള്ള ആളാണ്. യാങ് അത് പറഞ്ഞാൽ ഉറപ്പായും ആ ആളെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഗ്രാമമുഖ്യനും കൂട്ടരും
കടക്കും. ആ സിൽവർ കൈയുള്ള ആളുടെ കാര്യം പറയണോ വേണ്ടയോ എന്നൊരു സംശയം ഇപ്പൊ യാങ്ങിനുണ്ട്. യാങ് ഒരു നിമിഷം ആലോചിച്ചിട്ട് തൽക്കാലം അത് പറയണമെന്ന് തീരുമാനിച്ചു. അതിന് അവൾക്കൊരു ന്യായമുണ്ട്. ആ കൊല്ലപ്പെട്ടവൻ ആൾ ശരിയല്ല. അവൻ പെമ്പിളരെ ശല്യം ചെയ്യുന്നുവെന്ന് കുപ്രസിദ്ധി നേടിയവനാണ്. അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ യാങ് എത്തിയെന്ന് പറയാം. കുറ്റങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ ആരെങ്കിലുമൊക്കെ ശിക്ഷിക്കും. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ളവൻ മാത്രം ആളുകളെ ശല്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതൊരു പാഠമാകണം. പെൺകുട്ടികളെ അനാവശ്യമായി ശല്യം ചെയ്യുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമെന്നൊരു തോന്നലുണ്ടായാൽ ആളുകളുടെ പെരുമാറ്റത്തിൽ ഒരു നല്ല മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. 18 വയസ്സ് തികയാത്ത യാങ് അങ്ങനെ ചിന്തിച്ചത് അവളുടെ കൂടി അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അവളുടെ വീട്ടിൽ അവളെ സംരക്ഷിക്കേണ്ട 2 പേരുണ്ട്. അവളുടെ പിതാവും അവളുടെ മാതാവും. 2 പേരും അവളെക്കുറിച്ച് തിരക്കാറേ ഇല്ല എന്നാണ് സത്യം. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. രാവിലെ എന്നും അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവളുടെ അമ്മ. അതല്ലാതെ അവൾ പഠിച്ചോ സ്കൂളിൽ പോയോ ഒന്നും ഒരിക്കലും അമ്മ ചോദിച്ചിട്ടില്ല. അച്ഛന് പിന്നെ ഇതൊന്നും വിഷയമേ അല്ല. അയാള് ശരിക്കും പാർട്ടികൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ പാർട്ടിക്കിടയിൽ പരിചയപ്പെടുന്ന സ്ത്രീകളാണ് ശരിക്കും അവളുടെ വീട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത്. അച്ഛൻ കൈക്കൂലി വാങ്ങുന്ന കേസിൽ ഒരു ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ആ കൈക്കൂലി പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് ശരിക്കും അമ്മയും അച്ഛനും തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നത് അവള് കാണാറുള്ളത്. കൈക്കൂലി എത്ര കിട്ടിയാലും അതിന്റെ പകുതി അവളുടെ അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഒത്തൊരുമയുള്ള അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും രീതികളോട് മാനസികമായി പൊരുത്തക്കേടുള്ള യാങ് അതുകൊണ്ട് തന്നെ ആ കൊലപാതകയെ ഒറ്റ കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് പതുക്കെ തിരിച്ചു നടന്നു. യാങ്ങിനെ അങ്ങനെ തിരിച്ചു നടക്കാം. നമ്മുടെ പിപ്പോണിന് അത് പറ്റില്ല. പിപ്പോണിന് കൊലപാതകയെ കണ്ടെത്തിയേ പറ്റൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ ശരിക്കും പിപ്പോണും ടീമും ആ മരണം സസൂക്ഷ്മം അന്വേഷിച്ചു തുടങ്ങി. അവന്റെ കഴിഞ്ഞ 1 കൊല്ലത്തെ ഇടപെടലുകൾ അവര് ലിസ്റ്റ് ഔട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ പല പെൺപിള്ളരെയും അവൻ ശല്യം ചെയ്തതായി കണ്ടിരിക്കുകയാണ്. ചില പെൺകുട്ടികളെ അവൻ ആരും അറിയാതെ വനത്തിനുള്ളിലേക്ക് പൊക്കിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു കുഴപ്പക്കാരൻ തന്നെയായിരുന്നു അവൻ. അവനെ കൊന്നത് നന്നായി എന്ന അഭിപ്രായമാണ് ഈ ഡേറ്റകൾ കളക്ട് ചെയ്ത ആളുകൾ പിപ്പോണിനോട് പറയുമ്പോൾ പറയുന്ന ആളുകളും പിപ്പോണും ഒരുപോലെ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരാള് അവരുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് അവരിപ്പോഴാ അറിയുന്നത്. സമാധാനം കാക്ഷിക്കുന്ന ഒരു ജനതയാണ് ആ ഭാഗത്തുള്ളത്. അതിനിടയിൽ അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെയും അവിടെ തന്നെയുള്ള നാട്ടുകാരെയും ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ആ ക്രിമിനൽ ഇങ്ങനെ വിലസി വളർന്നിരുന്നു എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആ പിപ്പോണും സംഘം എത്തുമ്പോൾ എന്തായാലും മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഗ്രാമസഭയിൽ ആ മാസത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത പിപ്പോണിനുണ്ട്. പിപ്പോൺ തന്റെ അന്വേഷണ റിപ്പോർട്ട് പങ്കുവച്ചു. കൊല്ലപ്പെട്ട വ്യക്തി ശരിക്കും അവന്റെ ചെയ്തികൾ കൊണ്ട് മരണം അർഹിക്കുന്നുവെങ്കിലും അവനെ കൊന്നയാളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ ആ ഗ്രാമം ബാധ്യസ്ഥമാണ്. കാര്യം വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നും പ്രതിയിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും അവര് തുറന്നു വെച്ചിട്ടുണ്ടെന്നും പ്രതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ പിടിയിലാകുമെന്നാണ് ആ മാസത്തെ മന്ത്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പിപ്പോൺ ഗ്രാമത്തിലെ ഗ്രാമസഭയോട് പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഗ്രാമസഭയിൽ എല്ലാ വീടുകളെയും പ്രതിനിധീകരിച്ച് ഒരാളെങ്കിലും പങ്കെടുക്കണമെന്നുള്ളത് അവിടുത്തെ ഒരു നിബന്ധനയാണ്. ഈ ഗ്രാമസഭയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നത് യാങ് ആണ്. യാങ്ങിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ 100,000 കാര്യങ്ങളുണ്ട്. യാങ് ആ ഗ്രാമസഭയിൽ വെച്ച് പിപ്പോണിന് വേണ്ടി അന്വേഷണം നടത്തിയ ആളുകളും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോഴും അവർക്ക് വേണമെങ്കിൽ കൊലപാതകയെ കണ്ടെത്താൻ പറ്റുന്ന സൂചന കൊടുക്കാമായിരുന്നു. പക്ഷെ അവളത് കൊടുത്തില്ല. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ അവളും അവളുടെ ആ ഗാർഡനറും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചും ആ കൊല്ലപ്പെട്ടവൻ പെൺകുട്ടികളോട് കാണിച്ചു കൂട്ടിയ കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ യാങ് ഗാർഡനറോട് പറഞ്ഞപ്പോൾ ഗാർഡനർ യാങ്ങിനോട് ചോദിക്കുകയും ചെയ്തു, ഹേയ് യാങ്, നിനക്ക് എന്ത് തോന്നുന്നു അവന്റെ കൊലപാതകത്തെക്കുറിച്ച്? അവനെ കൊന്നത് നന്നായെന്നാണോ മോശമായെന്നാണോ നിന്റെ അഭിപ്രായം? അങ്കിളെ, ചോദിക്കാനുണ്ടോ? അവനെപ്പോലെ ഒരു തെമ്മാടി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അവൻ വളർന്നു വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായനെ. അത് കേട്ടപ്പോൾ ടെൻസിങ് പറഞ്ഞു, ഹേയ് യാങ്, അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ കുറ്റകൃത്യങ്ങളാണ്. കുറ്റകൃത്യങ്ങളെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും നേരായ പാതയിലൂടെ മുന്നോട്ട് പോകാം. കുറ്റം ചെയ്യുന്ന ആളെ ശിക്ഷിക്കാൻ ഇവിടെ നിയമ വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഹേയ്, അങ്കിളിന് പേടിയായോണ്ടാണ് അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്ക് ഞാനാണെങ്കിലും അവനെ കൈ കിട്ടിയ തീർത്തരെ. യാങ് അങ്ങനെ പറയുമ്പോൾ ടെൻസിങ് ചിരിച്ചു. ഹേയ് മോളെ, നിയമത്തെ ഒരിക്കലും നമ്മൾ കയ്യിലെടുക്കരുത്. ടെൻസിങ്ങിനോട് ആ കാര്യത്തിൽ മാത്രമാണ് യാങ്ങിന് അഭിപ്രായ വ്യത്യാസമുള്ളത്.
ടെൻസിംഗ് ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അവര് രാഷ്ട്രത്തിന് വേണ്ടി ജീവത്യാഗം അനുഷ്ഠിക്കുന്ന പട്ടാളക്കാരുടെ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയാണ്. യാങ് ആണെങ്കിൽ ഇത്തരക്കാരെ ഏത് വിധനെ ഇല്ലാതാക്കണം, കൊല്ലണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ്. കുറച്ച് തീവ്രമായിട്ടാണ് യാങ് അവിടെ പ്രതികരിക്കുക. ഏതായാലും ടെൻസിംഗുമായിട്ടുള്ള അവളുടെ ആ സംഭാഷണങ്ങൾ അവൾക്ക് ഒരു വല്ലാത്ത ഊർജ്ജം നൽകുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ മരണ വിവരം അറിഞ്ഞ് യാങ് ചെല്ലുമ്പോൾ അന്ന് ആദ്യ മരണം യാങ് കണ്ട അതേ ശൈലി തന്നെ ഒരു ചെറുപ്പക്കാരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവന്റെ കഴുത്ത് അറുത്ത നിലയിലാണ് കാണുന്നത്. അവന്റെയും പശ്ചാത്തലം പിപ്പോണും കൂട്ടരും പരിശോധിച്ചപ്പോൾ അവനും ആദ്യത്തെ ആളും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നതിൽ വല്ലാത്തൊരു മിടുക്ക് സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ് ആ ചെറുപ്പക്കാരൻ. അവന് 22 വയസ്സാണ് പ്രായം. പക്ഷെ കയ്യിലിരിപ്പ് തികഞ്ഞ കുഴപ്പമായിരുന്നു. അവൻ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതൊക്കെ ടൂറിസ്റ്റുകളാണ്. പല ടൂറിസ്റ്റുകളും പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ ഗ്രാമമുഖ്യനും പരാതി നൽകിയിട്ടാണ് അവിടുത്തെ ആ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. പലരും അവർക്ക് നേരിട്ട അനുഭവം പുറത്ത് പറയാതെ പോയിരിക്കുന്നു. ശരിക്കും ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രാമമുഖ്യന്റെ ടീമിനോട് പറഞ്ഞത് ടൂറിസ്റ്റ് ഗൈഡുകളാണ്. ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ശരിക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ. അവനെ കാരണം ആ ടൂറിസ്റ്റ് ഗൈഡുകൾ അക്ഷരാർത്ഥത്തിൽ പൊറുതി മുട്ടി നിൽക്കുമ്പോഴാണ് അവനെ ആരോ തട്ടിയത്. ആ കാര്യം അറിഞ്ഞതും പിപ്പോണിനും ടീമിനും ഒരു കാര്യം മനസ്സിലായി. ആ ടൂറിസ്റ്റ് ഗൈഡുകൾ ഒരു കളി കളിച്ചതാണ്. അവരായിരിക്കും അവനെ തട്ടിയത്. കാരണം അവരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ആക്ടിവിറ്റിയുടെ ഭാഗമായിരുന്നു ആ ചെറുപ്പക്കാരൻ. അവൻ നടത്തിക്കൊണ്ടിരുന്ന ആ പീഡനങ്ങളും ശല്യം ചെയ്യലും ഒക്കെ ഒരുപാട് കടുത്തതാണെന്ന് ആളുകൾ അറിയുന്നത് ഇപ്പോഴാണ്. ശരിക്കും സമാധാനകാംക്ഷികളായ ആളുകളാണ് സിക്കിമിൽ ആ ഭാഗത്തുള്ളത്. അവരതുകൊണ്ട് തന്നെ ഇത്തരം ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിരുന്നില്ല. അടുപ്പിച്ചടുപ്പിച്ച് 2 കൊലപാതകം നടന്നതും പോലീസ് സംഭവ സ്ഥലത്തെത്തി. സാധാരണഗതിയിൽ പിപ്പോണോടുകൂടി ആ കേസ് അവസാനിക്കേണ്ടതാണ്. പക്ഷേ പിപ്പോൺ വിചാരിച്ചിട്ടും പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിവരം റിപ്പോർട്ട് ചെയ്തത്. പോലീസ് തുടർന്ന് വളരെ ശക്തമായ ഒരു തെളിവെടുപ്പും സംവിധാനങ്ങളൊക്കെ നടത്തിയെങ്കിലും പിപ്പോൺ പോയ അത്രയും ദൂരം പോലും മുന്നോട്ട് പോകാൻ പോലീസിന് പറ്റിയില്ല. ഈ വിഷയം അവിടെ ചർച്ച ചെയ്യുമ്പോൾ യാങ്ങിന് ടെൻസിംഗിന്റെ വക ഒരു സമ്മാനം കിട്ടി. ഒരു മനോഹരമായ ഗിഫ്റ്റ് അവിടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ടെൻസിംഗ് പറഞ്ഞു, മോളെ ചുക്കു, നിനക്കുള്ള എന്റെ സമ്മാനമാണ്. അവളെ ചുക്കു എന്ന് വിളിച്ചിട്ട് ടെൻസിംഗ് ആ സമ്മാനം കൊടുത്തപ്പോൾ അത് അവൾക്കൊരു വല്ലാത്ത ഇഷ്ടമായി. നമ്മളിവിടെ ഗുണ്ടുമണി എന്നൊക്കെ സ്നേഹപൂർവ്വം പിള്ളേരൊക്കെ വിളിക്കുമല്ലോ, അതുപോലെ സ്നേഹത്തോടെ സിംഗിക്കാര് കൊച്ചുകുട്ടികളേക്ക് വിളിക്കുന്നതാണ് ചുക്കു എന്ന പേര്. ചുക്കു എന്ന് അവളെ ആരും വിളിക്കാറില്ല. അവക്ക് ടെൻസിംഗ് ആ സമ്മാനം കൊടുത്തപ്പോൾ ശരിക്കും അവളുടെ കണ്ണ് നിറഞ്ഞു. അവള് കഴിഞ്ഞ ദിവസം അവിടെ സ്കൂളിൽ നടന്ന ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചിരുന്നു. ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനായിരുന്നു. ഫെബ്രുവരി പകുതി കഴിഞ്ഞ് അവള് സ്കൂളിൽ ജോയിൻ ചെയ്ത ഉടനാണ് അവിടെ ആ കോമ്പറ്റീഷൻ നടന്നത്. ആ കോമ്പറ്റീഷനിലെ അവളുടെ വിജയം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ അത് മൈൻഡ് ചെയ്തേയില്ല. പക്ഷെ അവള് സംസാരിക്കുന്നത് കേട്ടതുകൊണ്ടാകാം പിറ്റേ ദിവസം അവധിയായിരുന്നു. ആ അവധിക്ക് ടെൻസിംഗ് ഒരു സമ്മാനം വാങ്ങി അവിടെ അടുത്തെത്തിയത്. അത് അവളുടെ കണ്ണ് നിറയിച്ചു എന്ന് പറയാം. അവൾ പെട്ടെന്ന് അങ്കിളേന്ന് വിളിച്ചുകൊണ്ട് ടെൻസിങ്ങിനെ കെട്ടിപ്പിടിച്ചു. ശരിക്കും അവള് വിതുമ്പി പോവുകയാണ്. അവളുടെ വിജയം അച്ഛനും അമ്മയ്ക്കും വിഷയമല്ല, അവളുടെ സങ്കടവും വിഷയമല്ല. ടെൻസിംഗ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചുക്കു, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, നീ നന്നായി പഠിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ലോകത്തേക്ക് പോകാൻ പറ്റും. ശരിക്കും താൻ കണ്ട ലോകവും അവിടെയുള്ള ആളുകളും ഒക്കെ ടെൻസിംഗ് അങ്ങനെയാണ് ചുക്കുവിനോട് പറഞ്ഞു തുടങ്ങുന്നത്. ചുക്കു എന്ന് അയാൾ വിളിക്കുന്ന യാങ് അയാൾ പറഞ്ഞ ലോകത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ പതുക്കെ മറന്നു. യാങ്ങും ടെൻസിംഗിനുള്ള ബന്ധം ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമായി അങ്ങനെ വളരുകയാണ്. സ്കൂളിൽ നിന്ന് ഓടിയെത്തിയാലുടൻ യാങ് അവൾക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്തുകൊണ്ട് ടെൻസിംഗ് ചെടികൾ വൃത്തിയാക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തും. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ടെൻസിംഗിനോട് പറയും. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന കുട്ടികൾ അച്ഛനും അമ്മയോടൊക്കെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അച്ഛനായാലും അമ്മയാണെങ്കിലും കുട്ടികൾ പറയുന്ന കാര്യം കേൾക്കാൻ താല്പര്യം കാണിച്ചാൽ അവർ നമ്മളോട് പറയും. നമ്മൾ താല്പര്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ അവരെന്താ ചെയ്യുക? ആരെങ്കിലും താല്പര്യം കാണിക്കുമ്പോൾ അവരോട് പറയും. അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. പലപ്പോഴും വീടുകളിൽ വിഷയം ഉണ്ടാകുന്നത് കുട്ടികളെ കേൾക്കാൻ അച്ഛനോ അമ്മയോ തയ്യാറാകാതെ വരുമ്പോഴാണ്. ഇവിടെ യാങ്ങിന്റെ ഭാഗ്യത്തിന് അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ആ തോട്ടക്കാരനുണ്ട് ടെൻസിംഗ് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതോടൊപ്പം അവളുടെ പഠനത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും. താൻ പഠിച്ച കാര്യങ്ങളൊക്കെ ടെൻസിങ്ങിനോട് പറയുമ്പോൾ ടെൻസിംഗ് അത് മനസ്സിലാകുന്ന പോലെ അവൾ സംസാരിക്കുകയും ചെയ്യും. അവൾ പഠിക്കുന്ന വിഷയങ്ങൾ
ചിലപ്പോൾ ടെൻസിങ്ങിന് അറിവുള്ളതാകില്ല. എന്നാലും ടെൻസിങ് അത് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള ആ അടുപ്പം അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ വീണ്ടും ഒരു അവധി ദിവസം എത്തി. അന്ന് രാത്രി യാങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാളിൽ നല്ല വഴക്ക്. ഇപ്പോൾ വഴക്കിന് ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കും. ആ മുറിയിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായും. ആ ചീറിപ്പായുന്ന സാധനങ്ങൾക്കിടയിൽ നിന്ന് ഓടിയുന്ന അമ്മയുടെയും അച്ഛൻ്റെയും വിരുദ്ധ യാങ്ങിനെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. യാങ് ആ കാഴ്ച കണ്ട് അവിടുന്ന് പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. അവിടെ നിന്നാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. നേരെ പുലർന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോവാം. വൈകുന്നേരം ആകുമ്പോൾ ടെൻസിങ്ങിനെ കാണാം. ടെൻസിങ്ങുമായി 1-2 മണിക്കൂർ സംസാരിക്കാം. ഇതല്ലാതെ ആ വീട്ടിനകത്തെ അച്ഛൻ്റെ അമ്മയുടെ ആ ഡാൻസ് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അച്ഛനറിയുന്ന ആ പ്ലേറ്റിന്റെ മുന്നിൽ നിന്ന് അമ്മ അതിവിദഗ്ധമായി ഒഴിയുന്നതും തിരിച്ച് ഇതാ പിടിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത എറി ഉണ്ടാകുന്നതൊക്കെ ശരിക്കും രസകരമായ ഒരു കാഴ്ചയാണ്. മറ്റൊരു വീട്ടിലാണെങ്കിൽ, സ്വന്തം വീട്ടിലാകുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. യാങ് ഒന്നും മിണ്ടാതെ താഴോട്ട് ഇറങ്ങി നടന്നു. അവൾ ആ പൈൻ കാർഡിനകത്തേക്ക് ഇങ്ങനെ കയറി. അവളുടെ മനസ്സ് ശരിക്കും കലുഷിതമാകുമ്പോൾ അവള് ആ പൈൻ കാർഡിലേക്ക് കയറുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമാക്കിയിരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഈ അവസ്ഥയ്ക്ക് എങ്ങനെ ഒരു അറുതി വരുത്താം, ആ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തമ്മിലുള്ള വഴക്ക് എല്ലാ സീമകളും ലംഘിച്ച് അങ്ങനെ വളർന്നു വരികയാണ്. രണ്ട് പാത്രത്തിലാവും ചോദിച്ചാൽ അതില്ല. യാങ് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അവള് പോലും അറിയാതെ നടന്നെത്തിയത് ആ പാറയുടെ താഴെയുള്ള ആ വലിയ മരത്തിനടുത്താണ്. ആ മരം നദിയുടെ കുറുകെ അങ്ങനെ കിടക്കുകയാണ്. ആ രാത്രിയിൽ ആ മരത്തിൽ കയറേണ്ട ഒരു കാര്യവും അവക്കില്ല. പക്ഷേ ആരോ അവളെ പ്രേരിപ്പിച്ചതുപോലെ അവൾ ആ നദിക്ക് കുറുകെയുള്ള മരത്തിൽ കൂടെ കയറി അങ്ങനെ നടന്നു. മറുകരയിലേക്ക് സാധാരണ അവള് രാത്രി പോകുന്നതല്ല. അവൾ പക്ഷേ അന്ന് നദി കടന്ന് ആ പൈൻ കാടിന് അകത്തുകൂടി അങ്ങനെ നടക്കുകയാണ്. നടന്ന് അവൾ നല്ല വെളിച്ചമുള്ള ഒരു ഭാഗത്തെത്തി. അവൾ അവിടെ നിന്നതും ഒരേ നിമിഷത്തിലാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. ഒരാള് ഒരു പാറക്കല്ലെടുത്ത് ഒരാളുടെ തലയിലിടിക്കുകയാണ്. ആ തലയിലിടിക്കുന്ന ആളുടെ കൈയാണ് ശരിക്കും അവൾക്ക് കാണാൻ പറ്റുന്നത്. അതെ, ആ സിൽവർ നിറമുള്ള കൈയാണ് പൊങ്ങി വരുന്നത്. ഒരു പാറ അവിടെ ഉള്ളത് കൊണ്ട് ഇടിയേക്കുന്ന ആളെയാണ് അവൾക്ക് കാണാൻ പറ്റുന്നത്. അതൊരു ചെറുപ്പക്കാരനാണ്. മറുഭാഗത്ത് കൈ മാത്രമാണ് കാണുന്നത്. ഭയന്നു പോയ അവള് പെട്ടെന്ന് തിരിച്ചു നടന്ന് ആ മരത്തിൽ കൂടെ കയറി അതിവേഗം റോഡിലേക്ക് ഓടിയെത്തി. അവൾ തിരിച്ച് ഓടിയതാണോ പറന്നാണെന്നോ അവൾക്ക് പോലും അറിയാൻ വയ്യ. എങ്ങനെയോ അവള് വീട്ടിലെത്തുമ്പോൾ അകത്ത് വഴക്കാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനിടയിൽ കൂടി എങ്ങനെയോ അവള് മുറി കയറി പറ്റി. അവള് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും തിരിച്ചു വന്നതൊന്നും അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു വിഷയമല്ല. അവരടി നിർത്തണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ക്ഷീണിക്കണം. അകത്ത് കയറിയ അവള് ശരിക്കും വാതിലടച്ച് കട്ടിലേക്ക് വീഴുമ്പോൾ നന്നായി കിടുങ്ങുന്നുണ്ട്. അവളുടെ കാൽവിരൽ മുതൽ തല വരെ വിറയ്ക്കുന്നുമുണ്ട്. പിറ്റന്ന് അവൾ ആ വിവരം അറിഞ്ഞു. കാട്ടിനുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട വിവരം. പക്ഷെ അത് പോയി നോക്കാൻ അവൾക്ക് പറ്റത്തില്ല. കാരണം പിറ്റന്ന് സ്കൂളുണ്ടായിരുന്നു. അന്ന് അവൾ മടങ്ങിയെത്തുമ്പോൾ ആ വിവരം ആ ടെൻസിങ്ങിനോട് പറയാമെന്ന് കരുതി അവൾ അതിവേഗം ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ടെൻസിങ് അവിടെ ഇല്ല. ടെൻസിങ്ങിനെ നോക്കി അവള് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ടെൻസിങ് പൈപ്പിന്റെ അടുത്ത് നിന്ന് കൈ കഴുകുകയാണ്. കൈ കഴുകുന്ന ടെൻസിങ്ങിനെ നോക്കിയ യാങ്ങിന്റെ മുഖത്ത് ശരിക്കും ഒരു വല്ലാത്തൊരു അമ്പരപ്പുണ്ടായി. ഞെട്ടലോടെ അവൾ സൂക്ഷിച്ചു നോക്കുന്നത് ടെൻസിങ്ങിന്റെ കൈയിലേക്കാണ്. ടെൻസിങ്ങിന്റെ വലത് കൈയിൽ പൂർണ്ണമായും സിൽവർ നിറമാണ്. ടെൻസിങ് റിസ്റ്റിന്റെ അറ്റം വരെ നീളമുള്ള ആ കോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കൽ പോലും ടെൻസിങ്ങിന്റെ കൈ അവള് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ പൈപ്പിൽ ടെൻസിങ് കൈ കഴിയുമ്പോൾ മുട്ട മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗത്ത് ശരിക്കും നന്നായി സിൽവർ നിറമാണ്. ആ സിൽവർ നിറത്തെ കണ്ടപ്പോഴാണ് ടെൻസിങ് അവളോട് നേരത്തെ ടെൻസിങ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. വെള്ളി ഖനനം ചെയ്തെടുക്കുന്ന ഒരു മൈനിലായിരുന്നു നേരത്തെ ടെൻസിങ്ങിന് ജോലി. ബൂട്ടിയിലുള്ള ആ ഖനി വെള്ളിയുടെ നല്ലൊരു ശേഖരമുള്ള ഖനിയാണ്. വലിയ അളവിലില്ലെങ്കിലും അത്യാവശ്യം വെള്ളി അവിടെ ഉണ്ട്. അവിടുത്തെ പണി ഒരു നിശ്ചിത വർഷം വരെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ ഈ തോട്ടപ്പണിക്കായി യാങ്ങിന്റെ വീട്ടിലെത്തിയത്. ശരിക്കും യാങ്ങിന്റെ കയ്യിൽ ആ വെള്ളി നിറം വന്നത് ഒരു അസുഖം മൂലമാണ്. അർജീരിയ എന്ന് പറയുന്ന ആ അസുഖം ഈ വെള്ളി ഖനനം നടക്കുന്ന മൈനുകളിൽ പണിയെടുക്കുന്ന ആളുകളുടെ കൈകളിൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കൈ സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് ഈ വെള്ളി നിറം വരിക. അതൊരു പ്രത്യേക അസുഖമാണ്. എല്ലാവർക്കും വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അങ്ങനെ വരുന്ന ആളുകളുണ്ട്. ആ കാര്യം സ്കൂൾ ക്ലാസ്സിൽ അവൾ പഠിച്ചിട്ടുണ്ട്. അവൾ അമ്പരപ്പോടെ ടെൻസിങ്ങിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ടെൻസിങ് അവളെ കണ്ടു. തൻ്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന യാങ്ങിനെയും
ടെൻസിങ് കണ്ടു. അയാള് ഒരക്ഷരമിണ്ടാതെ കൈ കഴുകി കൈ തുടച്ച് ആ ഷർട്ട് വലിച്ചിട്ടു. ആ കൈകൾ പിടിച്ചിട്ട ടെൻസിങ് ചുക്കിനോട് ചോദിച്ചു, ചുക്കു മോളെ നീ എപ്പോഴാ വന്നത്? ആ ചോദ്യം കേട്ടതും യാങ് ഉത്തരവൊന്നും പറയാതെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്ത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശൈലിയിൽ ഒരു വിഷമം വരികയാണ്. അവൾക്കിപ്പോ അവളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സീരിയൽ കൊലപാതകം ആരാണ് നടത്തുന്നതെന്ന് അറിയാം. അവൾക്കൊപ്പം ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കുന്ന അവളുടെ അങ്കിൾ ടെൻസിങ് ആണ് ശരിക്കും സീരിയൽ കൊലപാതകി. ആ വിഷയം കൊണ്ട് ഉൾക്കൊള്ളാൻ അവൾക്ക് വല്ലാത്തൊരു ഭയം. പെട്ടെന്ന് അവൾക്കൊരു പേടി. താൻ ടെൻസിങ്ങിനെ തിരിച്ചറിഞ്ഞ കാര്യം ടെൻസിങ്ങിന് മനസ്സിലായി കാണും. അങ്ങനെ തോന്നിയതും അവള് വീടിന്റെ മുൻവശത്തെ വാതിലും അടച്ചു. അവിടെ ഓടി അടുക്കള ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ വാതിൽ ഓൾറെഡി അടച്ചിരിക്കുകയാണ്. ഒരു ഭയം യാങ്ങിന്റെ ഉള്ളിലുണ്ട്. താൻ ഒരു സീരിയൽ കൊലപാതകിക്കൊപ്പമാണ് ആ വീടിനകത്ത് കഴിയുന്നത്. അവളുടെ അച്ഛനും അമ്മയും ഇപ്പൊ ആ വീട്ടിലില്ല. അവൾ പതുക്കെ ആ ഹാളിലേക്ക് വന്നിട്ട് ഭയന്ന് അവളുടെ മുറിയിലേക്ക് കയറി. കുറെ നേരം മുറിയിലിരുന്ന അവള് അല്പസമയം കഴിഞ്ഞപ്പോൾ മുറി തുറന്ന് ഹാളിലേക്ക് വന്നു. അവള് ആ ഹാളിലെ കർട്ടൻ പതുക്കെ നീക്കി പുറത്തേക്ക് നോക്കി. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അവൾ കണ്ടു. ആ കർട്ടൻ മാറ്റിയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ടെൻസിങ്ങിനെയാണ് അവൾ കണ്ടത്. അത് കണ്ടതും അവൾ അറിയാതെ കൈയെടുത്തു പോയി. ശരിക്കും അവളുടെ പെരുവിരൽ മുതൽ ഒരു വിറയൽ അവളുടെ തലയിലേക്ക് ഇരച്ചു കയറി. എങ്ങനെയാണ് അടുത്ത ഏതാനും മണിക്കൂറുകൾ അവൾ ആ വീട്ടിൽ കഴിച്ചു കൂട്ടിയെന്ന് അവൾക്ക് അറിയില്ല എന്നാണ് സത്യം. അവള് അന്ന് ആദ്യമായി ഫോണെടുത്ത് അവളെ അമ്മയെ വിളിച്ചു. അവൾ ഫോൺ വിളിച്ചതും മറുഭാഗത്ത് കോൾ അറ്റൻഡ് ചെയ്തു. എന്താ മോളെ? അമ്മ ഇപ്പോൾ വരും, ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. പതിവില്ലാതെ മകള് വിളിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ആ സ്ത്രീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അകത്ത് യാങ് ശരിക്കും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ അമ്മ അവിടെ എത്തി. അമ്മ വന്നപ്പോൾ വാതിൽ തുറന്ന് യാങ് അമ്മയെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായി മകള് തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോൾ അവര് അറിയാതെ മകളെ ചേർത്ത് പിടിച്ചു. യാങ് എന്തു പറ്റിയടാ? യാങ്ങിനോട് അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ അവള് തേങ്ങ മാത്രം ചെയ്തു. മോളെ എന്തു പറ്റി? നീ വളരെ സ്മാർട്ടായി നടക്കുന്നല്ലേ, അതുകൊണ്ടല്ലേ നിന്നോട് ഞാനൊന്ന് ചോദിക്കാത്തത്, എന്തു പറ്റിയടാ? അങ്ങനെ ആ സ്ത്രീ ചോദിക്കുമ്പോൾ അവൾ ഒന്നും വിടാതെ കരയുകയാണ്. അവള് അവളുടെ അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുകയാണ്. കുറെ നേരം ആ അമ്മയും മകളും അങ്ങനെ അങ്ങ് നിന്നു എന്ന് പറയാം. യാങ്ങിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സ്ത്രീ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. ശരിക്കും ആ സോഫയിൽ യാങ് അമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് കുറെ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമായി. എന്താ ഇവക്ക് പറ്റിയത്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ സ്ത്രീ യാങ്ങിന്റെ തലയിൽ കൂടി അങ്ങനെ വിരലൊടിക്കുകയാണ്. എത്രയോ നാളുകൾക്ക് മുമ്പാണ് ഇതുപോലെ തന്റെ മകൾ തന്റെ നെഞ്ചിലോട്ട് ചേർന്ന് കിടന്നിട്ടുള്ളത്. ശരിക്കും മകള് വളർന്നത് താൻ അറിഞ്ഞതുപോലുമില്ല. ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ആ നിമിഷം ഇങ്ങനെ കടന്നു വരികയാണ്. ആ രംഗം കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് രാത്രി അവരുടെ പിതാവ് കടന്നു വരുന്നത്. ആ സെറ്റിയിലെ ആ രംഗം കണ്ട അയാള് ശരിക്കും സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. അയാളുടെ ഓർമ്മയിൽ അത്തരം ഒരു രംഗം ഇല്ല. എന്നും വഴക്കുണ്ടാക്കുന്ന ഭാര്യയെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള അയാള് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കുകയാണ്. തന്റെ ഭാര്യയുടെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് സുഖമായി ഉറങ്ങുന്ന തന്റെ മകൾ. അയാൾ കണ്ടിട്ടുണ്ട് ആ കാഴ്ച ഇതിനു മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പതിവിന് വിരുദ്ധമായി ആ വീട്ടിൽ ഒരു വഴക്കം ഉണ്ടായില്ലെന്ന് പറയാം. ആ ദിവസം അങ്ങനെ കടന്നു പോവുകയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് അയാൾക്കും അറിയില്ല, യാങ്ങിന്റെ മാതാവിനും അറിയില്ല. പിറ്റേന്ന് ഗ്രാമസഭയിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. തുടർച്ചയായി 3 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അതൊരു സീരിയൽ കൊലപാതകിയുടെ കൃത്യമാണെന്ന് ആ എല്ലാ കൊലപാതകങ്ങളും വിലയിരുത്തിയ പോലീസിന് കൃത്യമായിട്ട് അറിയാം. മോഡസ് ഓഫ് ഓപ്പറാൻഡി ഏതാണ്ട് സെയിം ആണ്. അയാള് കൊല ചെയ്തത് ക്രിമിനൽസിനെയാണ്. പക്ഷെ കൊല്ലപ്പെട്ടവർ ക്രിമിനൽസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. സമൂഹത്തിൽ മാന്യതയുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ 3 പേർക്കും ഒരു കോമൺ സ്വഭാവമുണ്ട്. സ്ത്രീകളെ ശല്യം ചെയ്യുക എന്നതാണ് അവരുടെ ആ കോമൺ സ്വഭാവം. അവരെ തിരഞ്ഞു പിടിച്ച് കൊല ചെയ്തിരിക്കുകയാണ് ഏതോ ഒരു സീരിയൽ കൊലപാതകി. അങ്ങനെ ചെയ്യാൻ ആ കൊല ചെയ്ത ആൾക്ക് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണമുള്ള ആളെ കണ്ടെത്തിയാൽ കൊലപാതകയെ കണ്ടുപിടിക്കാൻ പറ്റും. പോലീസും ഗ്രാമമുഖ്യനും ഒക്കെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ആ ഗ്രാമസഭയിൽ അങ്ങനെയാണ് പറഞ്ഞത്. ആർക്കെങ്കിലും പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ഗ്രാമസഭയിൽ ഗ്രാമമുഖ്യൻ ചോദിക്കുമ്പോൾ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന യാങ് തന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന അച്ഛനും അമ്മയും നോക്കി. അവർ 3 കൂടി ആദ്യമായിട്ടാണ് ഗ്രാമസഭയിലേക്ക് വരുന്നത്. അവൾ അങ്ങനെ അച്ഛനും അമ്മയും നോക്കിയിട്ട് ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ ആളുകളുടെ കൂട്ടത്തിൽ അവള് ടെൻസിങ്ങിനെ കണ്ടു. ടെൻസിങ് ഗ്രാമസഭയിൽ ഗ്രാമമുഖ്യൻ പറയുന്നത് കേട്ടങ്ങനെ ഇരിക്കുകയാണ്.
അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ഇപ്പോ അവളെ എണീറ്റ് നിന്ന് ആ ഇരിക്കുന്ന മനുഷ്യനാണ് കൊല ചെയ്തതെന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം ടെൻസിങ് പോലീസിന്റെ പിടിയിലാകും. അത് യാങ്ങിന് നന്നായിട്ട് അറിയാം. അവളുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു യുദ്ധം നടക്കുകയാണ്. ടെൻസിങ് ആണ് കൊല ചെയ്തിരിക്കുന്നത്. ടെൻസിങ്ങിനെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനിയും ആ ഗ്രാമത്തിൽ കൊലകൾ നടക്കും. ആ സീരിയൽ കൊലപാതകി ആ ഹാളിനകത്ത് ഇരിക്കുന്ന കാര്യം അറിയാവുന്ന ഏക വ്യക്തി യാങ് ആണ്. യാങ് അത് അവിടെ പറഞ്ഞില്ലെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യവുമാണ്. യാങ് ശരിക്കും ടെൻഷനിലാണ്. അവളെ ആദ്യമായി ചുക്കു എന്ന് വിളിച്ചത് ടെൻസിങ് ആണ്. അവളുടെ പഠന വിഷയങ്ങൾ അവളോട് ചോദിക്കുന്ന ഏക വ്യക്തി ടെൻസിങ് ആണ്. അവളെ ആശ്വസിപ്പിക്കുന്ന, അവൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന, അവൾക്കൊപ്പം ലോകവിവരങ്ങൾ പങ്കുവയ്ക്കുന്ന അവളുടെ കൂട്ടുകാരൻ കൂടിയാണ് ടെൻസിങ്. ആ ടെൻസിങ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നിഷ്ഠൂരമായ 3 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന സീരിയൽ കില്ലറായ ടെൻസിങ് ഉണ്ട്. ഇതിൽ ഏത് ഭാഗത്ത് താൻ നിൽക്കണം? അതാണ് യാങ്ങിന്റെ ഉള്ളിലുള്ള ചോദ്യം. ശരിക്കും അവള് വല്ലാത്ത ടെൻഷനാണ്. അവൾക്ക് എന്തോ ടെൻഷനോട് തോന്നിയതും അവളുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. അവളെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ഒരു കയ്യിൽ അവളുടെ അച്ഛനൊന്ന് പിടിമുറുക്കി. ശരിക്കും അവൾക്ക് ധൈര്യം കൊടുക്കാൻ ആ അച്ഛനും അമ്മയും ബോധപൂർവ്വം ഒരു ശ്രമം നടത്തുകയാണ്. എന്തോ ഒന്ന് തങ്ങളുടെ മകളെ അലട്ടുന്നു എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. എന്താണ് അതെന്ന് അവൾ പറയാത്തിടത്തോളം കാലം അവളോട് ചോദിച്ച് അത് മനസ്സിലാക്കേണ്ടെന്ന് ആ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുകയാണ്. അവളുടെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ അവളുടെ കാലിലൊന്ന് തട്ടി. അപ്പോ അവൾ പോലും അറിയാതെ ഒരു ധൈര്യം അവൾക്ക് വരികയാണ്. അവള് അച്ഛനും അമ്മയും നോക്കിയിട്ട് അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പുറത്തുണ്ടാവും, ഗ്രാമസഭ കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ വന്നോളാം. അങ്ങനെ പറഞ്ഞിട്ട് അവള് ആ ഗ്രാമസഭയിൽ നിന്ന് ഇറങ്ങി പതുക്കെ പുറത്തേക്ക് നടന്നു. അവളെ പുറത്ത് നടക്കുമ്പോൾ ഗ്രാമസഭയിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ അവിടേക്ക് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അവരുടെ കൂട്ടത്തിൽ കൂടി യാങ് നടന്ന് ആ പൈൻ മരങ്ങളുള്ള ആ ഭാഗത്തേക്ക് എത്തി. അവള് ആ പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്ന് ആ പാറയുടെ ഭാഗത്തെത്തി. അവിടെ എത്തി അവള് ആ പാറയിൽ അങ്ങനെ കയറി നിൽക്കുമ്പോൾ തന്റെ പുറകെ ഒരാള് നടന്നു വരുന്ന ശബ്ദം അവൾ കേട്ടു. നേരെ എതിർഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് യാങ് അങ്ങനെ നിൽക്കുന്നത് അവൾ ആ ശബ്ദം കേട്ടു. ഏയ് ചുക്കു, നീ എന്താ എന്നെ പിടിച്ചു കൊടുക്കാത്തെ? അവള് തിരിഞ്ഞു നോക്കാതെ ആ വ്യക്തിയോട് പറഞ്ഞു, എന്നെ ആദ്യമായി ചുക്കു എന്ന് വിളിച്ചത് അങ്കിളാണ്, എനിക്ക് അതിന്റെ കാരണം അറിയണം. അങ്ങനെ അവൾ പറഞ്ഞിട്ട് തിരിഞ്ഞതും അവൾക്ക് ടെൻസിങ്ങിനെ കാണാം. ടെൻസിങ് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ടെൻസിങ് അവളോട് പറഞ്ഞു, എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, അവനെ ഞാൻ ചുക്കു എന്നാ വിളിച്ചിരുന്നത്. അവനൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അവന്റെ സംഭാഷണത്തിലും നടത്തിലും ഒക്കെ അല്പം സ്ത്രൈണതയുണ്ടായിരുന്നു. കൊച്ചുകുട്ടിയല്ലേ, കാലം കഴിയുമ്പോൾ മാറും. പക്ഷെ അതിന്റെ പേരിൽ അവനെ അവന്റെ സ്കൂളിലെ വലിയ കുട്ടികൾ കളിയാക്കുമായിരുന്നു. അത് കൂടിക്കൂടി വന്നപ്പോൾ എന്റെ മകൻ ഒരു അവിവേകം കാണിച്ചു. അവൻ പാറപ്പുറത്തുനിന്ന് നദിയിലേക്ക് ചാടി അവന്റെ ജീവൻ കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഖനിയിലെ ജോലി വിട്ടിട്ട് ഇവിടേക്ക് വരുന്നത്. ഇവിടെ നിന്നോട് കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ നിന്നിൽ കണ്ടത് എന്റെ മകനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ നിന്നെ ചുക്കുന്ന് വിളിച്ചു പോയത്. അങ്ങനെ ടെൻസിങ് പറഞ്ഞതും യാങ് മുന്നോട്ട് ഓടി വന്ന് ടെൻസിങ്ങിനെ കെട്ടിപ്പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. അവള് ടെൻസിങ്ങിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ടെൻസിങ് അവളുടെ പുറത്ത് തലോടിയിട്ട് അവളോട് പറഞ്ഞു, മോളെ ശരിക്കും എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട സമയമായി. അങ്കിൾ എന്താ പറയുന്നത്? മോളെ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണം. നാട്ടില് ഭാര്യ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ശരിക്കും എനിക്ക് എൻ്റെ മകൻ നഷ്ടപ്പെട്ട ആ വിഷമം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ അവിടെ വിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനി എനിക്ക് പോവാം, എനിക്ക് എൻ്റെ മകനെ പോലെ നീ ഉണ്ടല്ലോ. അങ്ങനെ ടെൻസിങ് പറയുമ്പോൾ ശരിക്കും അവള് കരഞ്ഞുടങ്ങി. എന്നാൽ കുറേ നേരം അവരെങ്ങനെ കരഞ്ഞു എന്ന് പറയാം. ഒരു ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അവളുടെ അച്ഛനെയും അമ്മയുമാണ് അവൾ കണ്ടത്. ഹേയ്, എന്തു പറ്റിയടോ? യാങ്ങിനോടായി അവളുടെ അമ്മ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ടെൻസിങ്ങിന്റെ അടുത്തേക്ക് നടന്നു വന്ന യാങ്ങിന്റെ പിതാവ് ടെൻസിങ്ങിന്റെ ഷോൾഡറും തട്ടുമ്പോൾ ടെൻസിങ് അവർ രണ്ടുപേരും നോക്കി തൊഴുത് സാവധാനം അവിടുന്ന് നടന്ന് താഴോട്ടിറങ്ങി. ദൂരേക്ക് നടന്നു പോകുന്ന ടെൻസിങ് അവരുടെ കണ്ണിൽ നിന്ന് മറയാറായപ്പോൾ യാങ്ങിന്റെ പിതാവ് യാങ്ങിനോട് പറഞ്ഞു, മോളെ ടെൻസിങ് നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അത് കേട്ടതും അവരുടെ അമ്മയും യാങ്ങിനോട് പറഞ്ഞു, മോളെ നീ എന്നെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ടെൻസിങ് എന്നെ വിളിച്ചിരുന്നു. നിനക്കൊരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് ടെൻസിങ് എന്നോട് പറഞ്ഞത്. അന്നേ ദിവസം നേരത്തെ അവരുടെ പിതാവ് എത്തിയതിന്റെ കാരണവും ടെൻസിങ് ആണ്. അവർ രണ്ടുപേരും യാങ്ങിനെ ചേർത്ത് നിർത്തപ്പോൾ യാങ്ങിന്റെ മനസ്സിൽ ഒരു സംശയം. ടെൻസിങ് ആണ് ആ കൊലകൾ നടത്തിയതെന്ന് അച്ഛനമ്മയ്ക്ക് അറിയുമോ ഇല്ലയോ? അറിയില്ലെങ്കിൽ അത് പറയണമോ വേണ്ടയോ? ആ ഒരു ചോദ്യം യാങ്ങിന്റെ മനസ്സിൽ അങ്ങനെ കയറി നിൽക്കുമ്പോൾ അവള് അങ്ങ് വിദൂരതയിൽ മറയുന്ന ടെൻസിങ്ങിനെ കാണുന്നുണ്ട്. അങ്ങനെ ആ രൂപം കണ്ണീന്ന് മറയുന്ന സമയത്ത് അവളുടെ വലത് കൈയിലേക്ക് അവൾ നോക്കി. അവള് ടെൻസിങ്ങിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ടെൻസിങ് അവളുടെ കയ്യിലേക്ക് ഒരു ചെറിയ പേന വെച്ചിരുന്നു. ആ പേന അയാളുടെ മകന്റെ ഇഷ്ടപ്പെട്ട പേനയാണെന്നുള്ള കാര്യം
അവളോട് അതിനിടയിൽ അയാൾ പറഞ്ഞിരുന്ന കാര്യം അവൾക്കറിയാം. അവൾ ആ പേന ഒന്ന് അമർത്തി പിടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥാവിധിയിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.